ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് മൂലം നക്ഷത്രത്തിൻ്റെ 2024 ആണ്ട് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് മൂലം നക്ഷത്രത്തിൽ പിറന്നവരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. ഈ പൊതുവായ ഫലത്തിലേക്ക് വരാം. മൂലം നക്ഷത്രത്തിൽ പിറന്നവർക്ക് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ 2024 ആണ്ട് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലൊക്കെ മനസ്സിനെയും ശരീരത്തിൻ്റെയും ക്ഷീണം മാറുന്നൊരു അവസ്ഥയുണ്ട്. കഴിഞ്ഞ കുറേ നാളുകളായിട്ടും മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാനും അതുമൂലം പഴയ ഉണർവും ഉന്മേഷവുമുള്ള ഒരു മനസ്സിൻ്റെ ഉടമയായി മാറാനും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നതാണ്. നിങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ള ചിലവുകളൊക്കെ വന്ന് കൂടാനുള്ള സാധ്യതയുള്ള സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസം. നിങ്ങളുടെ വരുമാനത്തിൻ്റെ നല്ലൊരു ശതമാനവും കടം വീട്ടാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്നതാണ്. മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് ദുഷ്പേര് സമ്പാദിക്കാനുള്ള ഒരു സാധ്യതയും ഈ മാസങ്ങളിൽ കാണുന്നു. നിങ്ങൾ ജീവിത യാഥാർത്ഥ്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടാൻ നന്നായി കഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ മാസങ്ങളിൽ നന്നായിട്ട് പണിയെടുക്കേണ്ടി വരും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. കൂടെ നിൽക്കുന്നവർ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളെ തള്ളിപ്പറയുന്നതാണ്. സുഹൃത്തുക്കളായിക്കോട്ടെ, ബന്ധുമിത്രാദികളായിക്കോട്ടെ, അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, നിങ്ങളെ തള്ളിപ്പറയുന്നതാണ്. മറ്റുള്ളവരിൽ നിന്നും എതിർപ്പുകളെ നേരിടേണ്ടി വരുന്നൊരു അവസ്ഥയും ഈ മാസങ്ങളിലുണ്ട്. കടുത്ത എതിർപ്പ് തന്നെ നിങ്ങൾ നേരിടേണ്ടതായിട്ട് വരും. നിങ്ങളുടെ യാത്രാവേളകളിലൊക്കെ ധനനഷ്ടമുണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. നിങ്ങൾ എന്തു തന്നെയായാലും എതിർപ്പുകളെയൊക്കെ നിഷ്പ്രയാസം പരാജയപ്പെടുത്തുവാനും ഉള്ള ഒരു മനോധൈര്യമൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. അപ്രതീക്ഷിതമായി ഉണ്ടായ ബുദ്ധിമുട്ടുകളെ നിങ്ങൾക്ക് അതിജീവിക്കാൻ സാധിക്കുന്നൊരു സമയമാണ്. പക്ഷേ എന്നിരുന്നാലും പലപ്പോഴും ആരോപണ വിധേയരാകാനുള്ള സാധ്യത ഈ മൂലം നക്ഷത്രക്കാർക്കുണ്ട്. നിങ്ങളുടെ ആത്മാർത്ഥതയൊക്കെ ചോദ്യം ചെയ്യപ്പെടുത്തു എന്ന തോന്നൽ പലപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. എന്താ പറയുക, പല രീതിയിലും നിങ്ങൾ സഹായിക്കുന്നവരൊക്കെ നിങ്ങളെ തള്ളിപ്പറയുന്നൊരവസ്ഥ ഉണ്ടാകുന്നതാണ്. സ്വന്തം സഹോദരങ്ങളുടെ എതിർപ്പിനെ പോലും പലപ്പോഴും നേരിടേണ്ടതായിട്ടൊക്കെ വരും. സഹോദരങ്ങൾ പോലും ശത്രുക്കളായിട്ട് നിങ്ങളോട് പെരുമാറുന്നതാണ്. നിങ്ങൾ വീടും നാടും വിട്ട് മാറി താമസിക്കേണ്ടതായിട്ടൊക്കെ ഉള്ളൊരു സാഹചര്യമാണ് കാണുന്നത്. നിങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്തുക്കൾ അസൂയാലുക്കളായിട്ട് പെരുമാറുന്ന ഒരവസ്ഥയും കൂടി ഈ സമയത്ത് കാണുന്നുണ്ട്. നിങ്ങൾ മേലുദ്യോഗസ്ഥരുടെ അപ്രീതി കാണുന്നുണ്ട്. അതുകൊണ്ട് മേലുദ്യോഗസ്ഥരുടെ കണ്ണിരെ കരടായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ജോലിയിലൊക്കെ നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ ജീവിത വിജയത്തിന് അക്ഷീണം പ്രയത്നിക്കേണ്ട ഒരു സമയമാണ്. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നന്നായിട്ട് പണിപ്പെടേണ്ടതായിട്ട് വരുന്ന ഒരു അവസ്ഥയുണ്ട്. നിങ്ങൾക്ക് ചതുർഗ്രഹ യോഗമൊക്കെ കാണുന്നുണ്ട് മാസത്തിൽ, ആഗസ്റ്റ് മാസത്തിൽ. അതുകൊണ്ട് സാമ്പത്തിക ഇടപാടുകളൊക്കെ കരുതലോട് തന്നെ ആവണം. ധനപരമായ കാര്യങ്ങളിലൊക്കെ ചതി പറ്റാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ പൊതുവേ ഉള്ള ഫലങ്ങൾ. ഇതിൽ ഫലം നിങ്ങളുടെ ഇപ്പോഴുള്ള ഗുണദോഷ ഫലങ്ങളിൽ ദോഷഫലത്തിൻ്റെ കാഠിന്യം ഒന്ന് കുറക്കാനും ഗുണഫലങ്ങളുടെ മാറ്റി വർദ്ധിക്കാനുമായിട്ട് ശ്രീകൃഷ്ണ ഭഗവാന്റെ കൃപാകടാക്ഷങ്ങൾ അത്യാവശ്യമായിട്ട് വരുന്നതാണ്. ഭഗവാന്റെ ക്ഷേത്രം ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ദർശിച്ചിട്ട് അവിടെ പ്രണവഗായത്രി മന്ത്രാർച്ചന ഒരു 12 എണ്ണം വ്യാഴാഴ്ചയോ ബുധനാഴ്ചയോ കഴിക്കുന്നത് ഗുണകരമായിരിക്കും. അതോടൊപ്പം തന്നെ ഭഗവാന് തുളസിമാല പറ്റുമെങ്കിൽ സ്വന്തം കൈയാലെ കിട്ടിയ തുളസിമാല ചാർത്താൻ കൊടുക്കുക. അതോടൊപ്പം തന്നെ പല ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലും മുന്നിൽ മഞ്ചാടിക്കുരു വെച്ചിട്ടുണ്ടാവും പാത്രത്തിൽ. അത് കാണിക്കയിട്ടിട്ട് 3 പ്രാവശ്യം നിറക്കുന്നത് ഗുണകരമായിരിക്കും. ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഭഗവാന്റെ സന്തോഷത്തിന് പാത്രമാകാൻ സാധിക്കുന്നതാണ്. അത് പറ്റാത്തവർ ശനിയാഴ്ചയോ ഞായറാഴ്ചയോ ശിവപാർവതി ദേവി ക്ഷേത്രം ദർശിച്ചിട്ട് സ്വയംവര മന്ത്രാർച്ചന, അത് നിങ്ങൾക്കും 2 കൂട്ടർക്കും ചെയ്യാം. സാധാരണ പ്രശ്നമുള്ളവർക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്കും സ്വയംവര മന്ത്രാർച്ചന ഒരു 12 എണ്ണം ഞായറാഴ്ചകളിൽ ചെയ്യുന്നത് ഗുണകരമായിരിക്കും. ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ ഒരുവിധം മുന്നോട്ട് പോകുന്നതാണ്. പിന്നെ എടുത്തു പറയേണ്ട യാത്രാവേളകളിൽ പണമടങ്ങിയ പേഴ്സ് അല്ലെങ്കിൽ ആവശ്യത്തിൽ കൂടുതൽ പണം കൊണ്ടുപോവുക,
സ്വർണ്ണാഭരണങ്ങൾ, വിലപിടിച്ച വസ്തുക്കളൊക്കെ കൊണ്ടുപോകുന്ന കഴിയാവുന്നത് ഒഴിവാക്കുക. നിങ്ങൾക്ക് യാത്രാവേളയിൽ ധനനഷ്ടത്തിനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇത്രയൊക്കെയാണ്. ഒന്ന് ശ്രദ്ധിച്ചാൽ ഈ കാര്യങ്ങൾ ഒരുവിധം ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. ഭഗവാന്റെ കാരണത്താൽ എല്ലാവർക്കും നല്ലൊരു സമയം ഉണ്ടാകട്ടെ. ദോഷങ്ങളൊക്കെ ഒരുവിധം മാറി സുഖം പ്രാപിച്ചു വരട്ടെ, മനസുഖമൊക്കെ ഉണ്ടായി വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.